നമ്മൾ ഷോപ്പിങ്ങിന് പോവാ കൽപ്പറ്റയ്ക്ക്. ഇപ്പൊ ഇച്ചിരി മഴ തോർന്നു നിൽപ്പുണ്ട്, എന്താവെന്ന് അറിയത്തില്ല ഇനി അവിടെ ചെല്ലുമ്പോൾ. അപ്പൊ വേഗം പോയിട്ട് വരണം, നമുക്ക് വലിയ മഴയ്ക്ക് മുമ്പ്. ഉച്ച കഴിഞ്ഞ് വേറെ കുറേ ജോലികളും കാര്യങ്ങളും ഉണ്ട്, അപ്പൊ നമുക്ക് വേഗം പോകാം. അപ്പൊ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഈ ചുരിദാർ സെറ്റ് ഉണ്ടോ, ഇതിന് ചേരുന്ന ഒരു കമ്മൽ ഇട്ടിട്ടുണ്ട്. ഈ കമ്മലൊക്കെ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് മേടിച്ചതിൽ ഉള്ള ഒരു ജോഡി കമ്മലാണ് കേട്ടോ. ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ കമ്മല് ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടിരിക്കുന്ന കമ്മലിന്റെ കൂട്ടത്തിൽ വന്നവരാണ് കേട്ടോ. ഈ ഒരു ചുരിദാറിന്റെ കളറിനോട് സാമ്യം ഉള്ളതുകൊണ്ട് ഞാനിതിപ്പോൾ എടുത്തിട്ടേക്കുന്നത്. ഇത് തന്നെ ഞാൻ കാറ്റലോഗിലേക്ക് ഇടും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട്, അത് ചെറിയ വിലക്കാണ് നമ്മൾ ഇതൊക്കെ സെയിൽ ചെയ്യാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. ഇത് കണ്ടോ, എന്ത് രസം നോക്കിയാൽ, നിറച്ച് സ്റ്റോണും ക്വാളിറ്റി ഉള്ള സ്റ്റോണും. അതുപോലെ ഇപ്പം സാരീന്റെ കൂടെ വേണമെങ്കിൽ ഇടാം, ബ്ലൗസും പാവടേന്റെ കൂടെ ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ കോട്ട് സെറ്റിന്റെ കൂടെ ഇടാം, അതുപോലെ ഇതുപോലെ ചുരിദാറും ടോപ്പിന്റെ കൂടെ ഇടാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ്. അടിപൊളിയാണ്, അടിപൊളി കളക്ഷനാണ്. നമ്മൾ കുറേ ഭംഗിയുള്ള കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള കളറുകളും സ്റ്റഡുകളും കൊണ്ടുവന്നിട്ടുണ്ട്, ഹാങ്ങിങ് ആയിട്ടുള്ളതും ഇച്ചിരി ഹെവി ആയിട്ട് ഹാങ്ങിങ് ആയിട്ടുള്ളതും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ കാറ്റലോഗിലേക്ക് ഇടും. അപ്പോൾ കയറി നോക്കണം കേട്ടോ. 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇതെല്ലാം ഫോട്ടോസ് എടുത്തിട്ട് വാട്സപ്പിലെ കാറ്റലോഗിലേക്ക് ഇടും കേട്ടോ. അടിപൊളി. ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് വയനാട്ടിൽ എവിടെയാണ്. ഞങ്ങൾ കൽപ്പറ്റ അടുത്താണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 11 മിനിറ്റ് ഒക്കെ മതി നമുക്ക് കൽപ്പറ്റ ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്. ടൗണിലേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം വലിയൊരു മഴ കഴിഞ്ഞിട്ട് ഉള്ളൊരു ശാന്തതയാണ്, എന്നാൽ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. അങ്ങനെയാണ്. ആദ്യം നമുക്ക് പോകേണ്ടത്, നമുക്ക് കൊറിയർ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അത് വന്നിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പൊ ഇവിടെ വലിയ 2 ഹൈപ്പർ മാർക്കറ്റുകളുണ്ട് കേട്ടോ. ഒന്ന് നെസ്റ്റോയും പിന്നെ ഒന്ന് ജാംജുമും. അപ്പൊ യൂഷ്വലി ഞാൻ ജാംജുമിലാണ് പോകുന്നത്. നെസ്റ്റോയിലും വല്ലപ്പോഴും ഒക്കെ പോകാറുണ്ട്. ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ആലപ്പി കൊറിയർ സർവീസിലേക്ക് എത്തി നമ്മൾ കൊറിയർ റിസീവ് ചെയ്യണം. അതിനുശേഷം നമുക്ക് നേരെ പിന്നെ ഷോപ്പിങ്ങിന് കയറണം. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറത്തുള്ളൂ. ഇവൻ രാവിലെ മുതൽ പട്ടിണി ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ്. ഇവൻ എണീറ്റൊക്കെ വരുമ്പോഴത്തേക്കും താമസിക്കും. അങ്ങനെയാണ്. പിന്നെ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകാന്ന് പറയുമ്പോൾ പിന്നെ അവൻ അധികം വീട്ടിൽ നിന്നൊന്നും കഴിക്കത്തില്ല, ചായ മാത്രമേ കുടിക്കത്തുള്ളൂ. അങ്ങനെയാണ്. നമ്മൾ എന്തായാലും പുറത്ത് പോകുമ്പോൾ എന്തായാലും ഹോട്ടലിൽ കയറുമെന്ന് അറിയാം. അതുകൊണ്ട് അങ്ങനെ ഇരിക്കും. പിന്നെ അവൻ അങ്ങനെ വലിയ വിശപ്പൊന്നുമില്ല രാവിലെ ഒന്നും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ. അപ്പൊ നമ്മൾ ഇനി നേരെ ഷോപ്പിങ്ങിന് പോകും. അങ്ങനെയാണ്. അധിക സാധനങ്ങളൊന്നും എനിക്ക് മേടിക്കാനില്ല, എന്നാലും എനിക്ക് ഏറ്റവും കംഫർട്ട് ഇവിടെ ജാംജുമിലെ ഷോപ്പിംഗ് ആണ്. അവിടെ ആകുമ്പോൾ അവർ കൊണ്ടുവച്ച് തരും. പിന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. ഭയങ്കര നല്ല പെരുമാറ്റമാണ് അവിടെ ഉള്ളവരുടെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഷോപ്പിങ്ങിന് വരുന്നത്. അങ്ങനെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് ഇവിടെ എല്ലാവർക്കും നമ്മളെ കാണാപ്പാടമാണ് താനും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ എടുത്തു. ആക്ച്വലി ഞാൻ ചായപ്പൊടിയും പാൽപ്പൊടിയും എടുക്കാൻ വന്നേ, പക്ഷേ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 ട്രോളി നിറച്ച് സാധനമായി. അങ്ങനെയാണല്ലോ നമ്മൾ ലേഡീസ് എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇല്ലാത്ത ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണ്. അപ്പൊ ഞാൻ എല്ലാം ഇവിടുന്ന് എടുത്തു. തേങ്ങയും അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇവിടുന്ന് എടുക്കാനുണ്ടായിരുന്നു. മല്ലി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും എടുത്തു. പിന്നെ അശ്വിന്റെ വീതം അവനും കുറെ സാധനം എടുക്കും. അങ്ങനെ എല്ലാം കൂടി ഇനി നേരെ നമ്മൾ ബിൽ സെക്ഷനിലേക്ക് വരും. ബില്ല് കൊടുക്കുക, എല്ലാം പാക്ക് ചെയ്യുക. അങ്ങനെ ബിഗ് ഷോപ്പർ ഈ വലിയ ചാക്ക് ഞാൻ അവിടെ നിന്ന് തന്നെ ചോദിക്കൂട്ടോ അവരോട്. അപ്പൊ ഈ അരിയുടെ പഞ്ചസാരയുടെ ഒക്കെ ചാക്കിന് അങ്ങനെ നമ്മള് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വന്നാ, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ കുറെ സാധനങ്ങളുടെ ആവശ്യങ്ങളായി. അങ്ങനെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും എടുത്തു. ഇനിയിപ്പം വിശക്കുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞ ബ്രെഡും ഇതും കഴിച്ചുകൊണ്ട് നമ്മുടെ പയറും ഒക്കെ കഴിച്ചുകൊണ്ട് അത്ര വിശക്കുന്നില്ല. എന്നാൽ അവനൊന്നും കഴിച്ചിട്ടില്ലല്ലോ, ഇത്രയും സമയം ഉച്ചയായല്ലോ. അവനൊന്നും കഴിക്കാത്തതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ നേരെ ഹോളിഡേയ്സിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ പോകത്തുള്ളൂ. ഇനി പോണ വഴിക്ക് നമുക്ക് കുറച്ച് ഫിഷൊക്കെ മേടിക്കണം, ചിക്കനൊക്കെ മേടിക്കണം. ഡോഗ്സിനുള്ള ചിക്കനും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ പോകും. അത്രേ ഉള്ളൂ. നമ്മുടെ മെയിൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പാർസലെടുത്തു. അതുപോലെ അത്യാവശ്യം ഇവിടെ കയറി എനിക്ക് അത്യാവശ്യം മേടിക്കേണ്ടതാണ് ചായപ്പൊടി. ഞങ്ങൾ എപ്പോഴും ആ റിപ്പിളിന്റെ ആ ലീഫ് ടീ ഇല്ലേ, അതാണ് ഞാൻ ആ ടേസ്റ്റ് എനിക്ക് വേറെ ഒന്നിനും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അത് പിന്നെ പാൽപ്പൊടി എമർജൻസിക്ക് വേണ്ടിയിട്ട് മേടിച്ച് വെക്കുന്നതാണ്. അപ്പൊ അത് 2 പറഞ്ഞ എനിക്ക് മെയിൻ ആയിട്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എക്സ്ട്രാ ഞാൻ എടുത്തു. അങ്ങനെ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ നേരെ പോവാണ്. പോയിട്ട് ഹോളിഡേയ്സിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാം. മാനന്തവാടി, ബത്തേരി, അതുപോലെ കൽപ്പറ്റ 3 വലിയ ടൗൺ ആണ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുകളായിട്ടുള്ളത്. അതിൽ കൽപ്പറ്റ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഹോട്ടൽ റെസ്റ്റോറന്റുകൾ എവിടെ തുടങ്ങിയാൽ ആദ്യം കയറി നോക്കും. പിന്നെ അവിടെ നല്ല വൃത്തി ഉണ്ട്, കംഫർട്ടാണ്, നല്ല ഫുഡ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് പിന്നെ നമുക്ക് നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുമെന്നായാൽ പിന്നെ നമ്മൾ അവിടെ കുറ്റിപ്പിടിക്കുക. അങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 3 സ്ഥലത്താണ്, കോപ്പർ കിച്ചണും ഹോളിഡേയ്സും ഓഷ്യനും, അങ്ങനെ 3 സ്ഥലത്ത് നമ്മൾ മാറി മാറി കയറാറുണ്ട് കൽപ്പറ്റ വരുമ്പോൾ. ഇന്ന് നമ്മൾ ഹോളിഡേയ്സിലേക്കാണ് വന്നേക്കുന്നത്. കൊച്ചിന് മറ്റേ സന്തോഷമായി, ദുഃഖമോ ദുഃഖം. ഒത്തിരി പ്രാരാബ്ദം ഉള്ളതുകൊണ്ടേ എല്ലാ വീഡിയോയിലേ ദുഃഖം. അതുകൊണ്ട് എല്ലാ വീഡിയോയിലും എല്ലാവരും ചോദിക്കുക വാട്സപ്പിൽ എനിക്ക്, അവൻ എന്നെ ഇത്ര ദുഃഖം, അവൻ എന്നെ ഇത്ര ദുഃഖം എന്ന്. ഞാൻ പറഞ്ഞു എന്തോർത്ത് ദുഃഖിക്കുമെന്ന് ഓർത്തിട്ടുള്ള ദുഃഖം, എന്തോർത്ത് വിഷമിക്കുമെന്നുള്ള ദുഃഖമാണ്.
കേട്ടല്ലോ കൂട്ടുകാരെ, അവൻ പറഞ്ഞത് പെങ്ങളുടെ കല്യാണം, മക്കളുടെ പഠിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാ വിഷമിക്കുന്നതെന്ന്. അവൻ വീട്ടിൽ വേറെ ഒരാളാണ് കേട്ടോ. പുറമെ ഇറങ്ങുമ്പോൾ വീഡിയോയിൽ കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കുന്നു എന്ന് ഓർത്ത് അങ്ങനെയുള്ള വ്യക്തിയല്ല കേട്ടോ. വീട്ടിൽ ഭയങ്കര കളിച്ചിരി തമാശകള് അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെയുള്ള കേട്ടോ. പിന്നെ പൊതുവേ നമ്മൾ ഒത്തിരി കാലം ഇട്ടെറിഞ്ഞു പോയതല്ലേ, അപ്പൊ ചൈൽഡ്ഹുഡ് മുഴുവൻ ഒറ്റപ്പെട്ട അതിന്റെ ഒരു അങ്ങനെയൊക്കെ വളരുന്ന കുഞ്ഞുങ്ങൾ എപ്പോഴും കുറച്ച് സൈലന്റ് ആയിരിക്കും അല്ലെ. അങ്ങനെ അതുകൊണ്ടും കൂടി ആയിരിക്കും അങ്ങനെ എല്ലാവർക്കും സംശയം തോന്നുന്നത്. പുറമെ വരുമ്പോൾ അത്ര അവൻ അങ്ങനെ ആക്റ്റീവായിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന ടൈപ്പ് അല്ലാന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ ഹോളിഡേയ്സിന്റെ സെക്കൻഡ് ഫ്ലോറിൽ വന്നു. എനിക്ക് ഇവിടെ വന്നിരുന്ന താഴെ ഉണ്ട് കേട്ടോ, ഇവിടെ വന്നിരുന്ന ഭക്ഷണം കഴിക്കുന്ന കൂടുതൽ ഇഷ്ടം. ഇവിടെ ആകുമ്പോൾ താഴേക്ക് ഭയങ്കര നല്ല വ്യൂ ആണ്. അതൊക്കെ കണ്ട് കേട്ട് ആളുകൾ വരുന്നതും കാറ് വർക്ക് ചെയ്യുന്നതും പോകുന്നതും അതൊക്കെ കണ്ട് പ്രകൃതിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ രണ്ടാമത്തെ നിലയിലേക്ക് വരുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഓർഡർ കൊടുത്തു. ഒരാൾ മെനു മുഴുവൻ പഠിച്ചിട്ട് സ്ഥിരമായിട്ട് പറയും പോലെ തന്നെ ഒന്നെങ്കിൽ കുഴിമന്തി, അല്ലെങ്കിൽ അൽഫാം, അല്ലെങ്കിൽ പൊറോട്ട, ഇത് മൂന്നും ഉള്ളൂ അവന്. വേറെ ഒന്നും സ്പെഷ്യലായിട്ട് അവൻ മേടിക്കാൻ നിൽക്കത്തില്ല, അതിൽ അഡിക്റ്റ് ആണ്. ഞാനാണെങ്കിൽ ഇപ്പം ഈ ഇടയ്ക്കായിട്ട് ബട്ടർ നാനും അതുപോലെ പനീർ ബട്ടർ മസാലയ്ക്കും അഡിക്റ്റ് ആണ്. അപ്പൊ അത് ഞാനും കൊടുത്തു. അങ്ങനെ അപ്പൊ ഇനിയിപ്പോ നമ്മള് വെയിറ്റ് ചെയ്യുവാണ്. ആളുകളെ അവരറിയാതെ വായി നോക്കാൻ എനിക്ക് നല്ല കഴിവുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. എവിടെയെങ്കിലും പോയിരുന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ വരുന്നതും പോകുന്നതും അവരിട്ടേക്കുന്ന ഡ്രസ്സുകൾ, അവരുടെ ആഭരണങ്ങൾ, ഇതെല്ലാം ലേഡീസിനെ ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് അവർക്ക് ഇത്രയും ഭംഗി കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഒബ്സർവ് ചെയ്യും. ആണുങ്ങളുടെ ഭാഗത്തോട്ട് ഞാൻ അത്ര നോക്കാറില്ല കേട്ടോ. ഓവറോൾ നോക്കും. എനിക്ക് ആരുടെയും മുഖം എന്റെ മനസ്സിലിരിക്കത്തില്ല, ഞാൻ അത്ര ഒബ്സർവ് ചെയ്യത്തില്ല, ഒട്ടും ശ്രദ്ധിക്കത്തില്ല ആണുങ്ങളെ. ഇപ്പൊ നമ്മളോട് ഒരാൾ വന്ന് പരിചയപ്പെട്ടാലും ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് അവരെ വീണ്ടും പിറ്റേ ദിവസം കണ്ട് ഞാൻ അവരെ മറന്നു പോയിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കത്തില്ല അത്ര. പക്ഷെ ഞാൻ ലേഡീസിനെ കാണുമ്പോൾ അവർ എന്ത് ഡ്രസ്സാണ്, എന്ത് ചെരുപ്പാണ്, എന്ത് ടൈപ്പാണ് ഇട്ടേക്കണത്, എന്ത് ആഭരണങ്ങളാണ് ഇട്ടേക്കണത്, ഇതൊക്കെ ഞാൻ സൈലന്റിൽ നോട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ പെണ്ണുങ്ങളെ വായി നോക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ലേഡീസ് അങ്ങനെ ആയിരിക്കും അല്ലേ. നമ്മൾ ആണുങ്ങളെയല്ല വായി നോക്കുക, നമ്മൾ പെണ്ണുങ്ങളെ തന്നെ വായി നോക്കുക. എന്തൊക്കെയാണ് ആഭരണങ്ങൾ, ഡ്രസ്സ്, ഇതൊക്കെയാണല്ലോ നമ്മുടെ വീക്ക്നെസ്. അപ്പൊ അങ്ങനെയൊക്കെ എൻജോയ് ചെയ്തിരുന്ന ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ കൂടെ താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര നല്ല രസമുള്ള വ്യൂ ആണ് കേട്ടോ. താഴെ ഇവിടെ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അവിടെ ഒരു ചുമന്ന കാറ് കണ്ടോ, ഈ പണ്ടത്തെ ഒരു വിന്റേജ് കാറ് പോലെ. അങ്ങനെ അപ്പൊ ഞാൻ ഇന്ന് അവരോട് ചോദിച്ചിട്ട് അത് ആരുടെ കാറാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും സെയിം കാർ അവിടെ കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ പറഞ്ഞു ഇവിടുത്തെ GM ന്റെ കാറാണ്, അതൊരു ഭംഗിക്ക് വേണ്ടി അവിടെ ഇട്ടേക്കുന്നേ ഉള്ളൂ എന്ന്. പക്ഷെ അത് ഭയങ്കര ഒരു രസമാണ് കേട്ടോ. എന്താ പറയുമ്പോ ഈ പിക്ചറിലൊക്കെ കാണുന്ന ഒരു ലുക്കാണ് കേട്ടോ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ. അത് കാണുമ്പോൾ അങ്ങനെ. പിന്നെ നല്ല തണുപ്പ്, അങ്ങനെ മഴയില്ല, ഭയങ്കര കൊടുമഴയില്ലാന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര തണുപ്പാണ് വയനാട്ടിൽ ഇങ്ങനെ ഈ ഒരു മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ. പക്ഷെ നല്ല രസമാണ്. അപ്പൊ ചൂടോടെ നല്ല ഫുഡ് എത്തുമ്പോൾ അത് കഴിക്കാൻ ഇങ്ങനെ വിശപ്പ് ഇങ്ങനെ വരും. ഹോട്ടലിലൊക്കെ കയറുമ്പോൾ സ്മെല്ലും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും. അപ്പൊ ഇവിടുത്തെ പനീർ ബട്ടർ മസാല ശരിക്കും പറഞ്ഞാൽ 2 പേർക്ക് കഴിക്കണം കേട്ടോ. നമുക്ക് ഒരാൾക്ക് ഓർഡർ കൊടുത്താൽ തന്നെ അങ്ങനെ അത്യാവശ്യം നല്ല അളവിൽ തന്നെ ഫുഡ് ഉണ്ട്. നല്ല ടേസ്റ്റി ഫുഡാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നിട്ട് നല്ല ഫുഡാണ്. പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, ഞങ്ങൾ സ്ഥിരം വരുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും വയനാട്ടിൽ വരുമ്പോൾ വന്ന് നോക്കിക്കോളൂ, നല്ല ടേസ്റ്റി ഫുഡ് കിട്ടും. അതുകൊണ്ട് മാത്രം പറയുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അപ്പൊ നമ്മുടെ അവൻ അൽഫാം സ്ഥിരം മേടിക്കും പോലെ തന്നെ മേടിച്ചു. ഞാൻ പിന്നെ നമ്മള് ചിക്കൻ ടിക്കയും മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂടെ തന്നെ നമ്മൾ ബട്ടർ നാനും അതുപോലെയൊക്കെ മേടിച്ചു. ഇനി തണുപ്പല്ലേ, അപ്പൊ നമുക്ക് ഐസ്ക്രീം, സ്വീറ്റ്സ് ഒന്നും വേണ്ട. പകരം നമുക്ക് ലെമൺ ടീ, അതാണ് ഞങ്ങൾ അധികം ഓർഡർ ചെയ്യുക. ഇങ്ങനെ തണുപ്പൊക്കെ ഉള്ള സമയത്ത് പോകുമ്പോൾ അതെല്ലാവരും എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ അപ്പൊ നമ്മൾ ലെമൺ ടീ, എനിക്കാണെങ്കിൽ ഫുഡിന്റെ കൂടെ തന്നെ ടീ കിട്ടുന്നത് ഏറ്റവും ഇഷ്ടമാണ്. അത് ഞാൻ ആദ്യമേ തന്നെ അവരോട് പറയും, എനിക്ക് ഫുഡിന്റെ കൂടെ തന്നെ ടീ തരണം കേട്ടോ എന്ന്. അശ്വിനൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ടീ കഴിക്കുന്നതാണ് ഇഷ്ടം, അങ്ങനെയാണ്. അപ്പൊ എനിക്ക് അവര് കൂടെ തന്നെ കൊണ്ടു തന്നു. അപ്പൊ ഞാൻ ഇനി എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കട്ടെ. ഭയങ്കര ഇഷ്ടമാണ് പനീർ. പണ്ട് ഫ്ലൈറ്റിൽ കയറി ആദ്യത്തെ പ്രാവശ്യം നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ സൗദി അറേബ്യക്ക് പോയപ്പോൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ആദ്യത്തെ ദിവസത്തെ എനിക്ക് കിട്ടിയ ഫുഡാണ് പനീർ. അന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പനീറിന്റെ ഇങ്ങനത്തെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട്, ഫ്ലൈറ്റിൽ ഫുഡ് അറിയാലോ നല്ല ടേസ്റ്റിയാണ്. അപ്പൊ അന്ന് കഴിക്കണം, അന്ന് തുടങ്ങിയ ആ ഒരു കൊതിയാണ്, അത് ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ എത്രയോ വട്ടം കഴിച്ചിട്ട് പനീറിനോടുള്ള ഇഷ്ടം എനിക്ക് പോയിട്ടില്ല. അങ്ങനെ അപ്പം ആ ഒരു ഓർമ്മയാണ് എനിക്ക് എപ്പോഴും. ഞാൻ ഈ പനീർ കഴിക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ എൻ്റെ ഫ്ലൈറ്റ് യാത്രയും പേടിച്ചിരുന്ന ഫ്ലൈറ്റ് യാത്രയും മനസ്സിന് മുഴുവൻ വിഷമം, പക്ഷെ ആകെ ഒരു ആശ്വാസം അവിടുത്തെ കിട്ടിയ ഒരു ഫുഡായിരുന്നു. ആകെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം തോന്നിയത്. അപ്പൊ അതെല്ലാം കഴിച്ച ആ ഒരു ഓർമ്മ എന്നെ വിട്ടുപോയിട്ടേ ഇല്ല. അന്ന് പനീറാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ബില്ലൊക്കെ കൊടുത്ത് നേരെ ഇവിടുന്ന് പോകാം. മഴയില്ല, അത് ഭാഗ്യം. ഭയങ്കര മഴയില്ല. ആക്ച്വലി ഭയങ്കര മഴയുണ്ട്. എനിക്ക് കൽപ്പറ്റ ഭാഗത്തേക്ക് വരാൻ കുറച്ച് പേടിയുണ്ട് കേട്ടോ. ഭയങ്കര കുന്നും മലകളും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. പിന്നെ കൽപ്പറ്റ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മേപ്പാടി ഏരിയ ഒക്കെ കുറച്ച് ഡേഞ്ചർ സോൺ ആയിട്ടുള്ള ഏരിയകളാണ്. മഴക്കാലമൊക്കെ വരുമ്പോഴത്തേക്കും കുന്നും മലകളും ഒക്കെയാണ്. കൽപ്പറ്റയാണെങ്കിൽ അത്യാവശ്യം വലിയ കുന്നുകളും മലകളും ഉണ്ട്, പക്ഷെ പാറക്കെട്ടുകളാ, അങ്ങനെ ഒരു സമാധാനം ഉണ്ട്. ഓക്കെ, എന്നാലും അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിറങ്ങി.
ഇങ്ങനെ ഒത്തിരി നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. എപ്പോഴും ആളുകൾ വരുന്നവരൊക്കെ അവിടെ ആ ഒരു കാരണം നന്നായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ട് എല്ലാവരും കുറേ പേര് ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ അവിടെ നിന്നൊക്കെ കുറേ പേര് വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, നല്ല രസമാണ്. അങ്ങനെ വന്നു, നമ്മളും കുറച്ച് നേരമൊക്കെ അവിടെ ചെലവഴിച്ചിട്ട് നേരെ ഇനിയിപ്പോൾ പോകാം. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി എനിക്ക് മേടിക്കാറുണ്ട്. വഴിക്ക് പോകുന്ന വഴിക്കോടെ ഓരോന്ന് കാണുന്ന അങ്ങ് മേടിച്ചു പോകും. അതാണ് ഇനി അടുത്ത ഉദ്ദേശം. വലിയ മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെയാണ്. അല്ലെങ്കിൽ സാധാരണ ഭയങ്കര കാറ്റും മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പേടിയാണ്. കാരണം നമ്മൾ ഭയങ്കര ഫോറസ്റ്റി കൂടെയാണ്, നമുക്ക് 10 മിനിറ്റ് വീട്ടിലേക്ക് ഉള്ളൂ എങ്കിലും അതൊരു ഫോറസ്റ്റി കൂടെയാണ് പോകേണ്ടത്. പക്ഷെ ആനിമൽസ് ഉള്ള ഫോറസ്റ്റ് ഒന്നും അല്ല, എന്നാലും മരങ്ങൾ ഭയങ്കര വൻ മരങ്ങളാണ് വയനാട് മുഴുവനും. അതുകൊണ്ട് എപ്പോൾ വേണേൽ പെടന്ന് വീഴുമോന്ന് ഒരു പേടിയാണ് കാറിന്റെ മുകളിലേക്കൊക്കെ. അതാണ് നമുക്കുള്ള റിസ്ക്. അതുപോലെ കറണ്ട് കമ്പി ഒക്കെ പൊട്ടി വീഴും, അങ്ങനത്തെ മഴക്കാലത്ത് അതൊക്കെയാണ് റിസ്ക്. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഇത് മേടിക്കാൻ പറ്റിയില്ല. നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മുടെ മിലോക്കുട്ടിനൊരു ആഫ്രിക്കൻ വനം ഉണ്ടല്ലോ, അപ്പൊ അവിടെ കുറച്ച് പക്ഷികളെ ആനിമൽസിനൊക്കെ മേടിച്ചു വെക്കണം എന്ന് എനിക്കിഷ്ടമാണ് അങ്ങനെ കാണുന്നത്, പച്ചപ്പും വകയത്. അപ്പൊ ഞാൻ ഇപ്പോഴും ഇവിടെ വന്നിട്ടാണ് മേടിക്കുക. കൊക്കും പ്രാവും ഒക്കെ നമ്മുടെ വീട്ടിൽ കുറെ കണ്ടിട്ടില്ലേ, അത്. അപ്പൊ ഞങ്ങൾ ബയ്യനെ പോയി വിളിച്ചോണ്ട് വന്നു. അങ്ങനെയാണ്. ബയ്യക്ക് മലയാളം അറിയാം കേട്ടോ. ആദ്യം വരുമ്പോൾ ഹിന്ദി പറയാൻ നമ്മൾ ബുദ്ധിമുട്ടുന്ന കൈയും കണക്കില്ലായിരുന്നു. പിന്നെ മനസ്സിലായി അവർക്ക് അത്യാവശ്യം മലയാളം അറിയാം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മളിവിടെ വന്ന് ഇത് കണ്ടോ, നമ്മുടെ മുയൽക്കുട്ടന്മാരും കുറച്ചൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് തോന്നും. പക്ഷെ നമുക്ക് കുറച്ച് പിന്നെ എന്താ പറയാ നാച്ചുറാലിറ്റി തോന്നുന്ന സാധനങ്ങളാണ് ഞാൻ മേടിക്കാം. അങ്ങനെയൊക്കെ കൊക്കിനൊക്കെ ഭയങ്കര നാച്ചുറൽ ലുക്കാണ്. അതുപോലെ കൊക്ക്, താറാവ്, അങ്ങനത്തെയൊക്കെ പക്ഷികൾ, പ്രാവൊക്കെ ഉണ്ട്, അതിനൊക്കെ കുറച്ച് നാച്ചുറൽ ലുക്ക് തോന്നുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇന്ന് മാനിനെ മേടിക്കാൻ വന്നോട്ടോ. നോക്കുമ്പോൾ മാനിന് കൊമ്പില്ല, പിന്നെ അതിന്റെ മുഖം ഒരു പശുവോ പട്ടിയോ അങ്ങനെയൊക്കെ ഒരു സാമ്യം തോന്നുന്നു. അപ്പൊ അതെനിക്ക് നിരാശയായിട്ട് ആക്ച്വലി ഞാൻ മാനിനെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അതെനിക്ക് ഭയങ്കര വിഷമായി പോയി. അപ്പം അശ്വനും പറഞ്ഞു കൊമ്പില്ലാത്ത മാനം മേടിച്ച രസമില്ല, ഇതിന് പശുവിന്റെ മുഖമാണ്. ശരിയാട്ടോ, അതിനെ നോക്കി ഇപ്പൊ പട്ടിയാണോ പശുവാണോ അങ്ങനെ ഉണ്ടാക്കി വന്നപ്പോ മുഖം മാത്രം ഇച്ചിരി മാറിപ്പോയി. അങ്ങനെ ഭയ്യാണെ ആവേശത്തോടെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം. അതിന്റെ ഇടയ്ക്ക് ഭയ്യ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാണേ, ഇതിന്റെ പേര് തവളാന്ന, ഇതിന്റെ പേര് പ്രാവന്ന, അങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾ ചിരിച്ചു മടുത്തിട്ട്. നമ്മളോടാണ് പറയണത് ഇതിന് ഇതാണ്. അവര് ഇതിന്റെയൊക്കെ പേര് പഠിച്ച് മലയാളം കുറച്ച് പറയുന്നുണ്ട് ഇവര്. അപ്പൊ അതിന്റെ സന്തോഷത്തിൽ അവര് നമുക്ക് പരിചയപ്പെടുത്തി തരും, ഇതിന്റെ പേര് തവളാന്നാണ്, ഇതിന്റെ പേര് ഇതാന്നൊക്കെ. ഞങ്ങൾ ഭയങ്കര ചിരിയായിരുന്നിട്ടോ, പൊട്ടിച്ചിരിച്ചു പോയി ഭയ്യന്റെ പരിചയപ്പെടുത്തൽ കണ്ടപ്പോ. അങ്ങനെ എനിവേ നമ്മള് കൊക്ക് എനിക്ക് കുറെ ഉണ്ട്. അപ്പൊ ഞാനടുത്ത് കുറച്ച് അരയെണ്ണം മേടിക്കാം. പിന്നെ ഒരു മയിൽ അവിടെ ഉണ്ട്, അതിന് മേടിക്കാം. ഞാൻ ആക്ച്വലി മാനിന് മേടിക്കാൻ വന്നേ, മാനിനെ വേണ്ടാന്ന് വെച്ചു. ഇതിന്റെ മുഖം ശരിയല്ല. അങ്ങനെ കണ്ടോ, അതിനൊരു പശുവോ പട്ടീന്റെ ഒക്കെ മുഖത്തിനോട് സാമ്യമില്ലേ, അപ്പൊ അത് വിട്ടു. പിന്നെ ബാക്കിയുള്ള തവളയൊക്കെ ഒരു പിന്നെ മക്ക തവളയൊക്കെ ആണെങ്കിൽ അതിനൊരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നില്ല കുറെ സാധനങ്ങൾക്ക്. അപ്പം പിന്നെ എനിക്ക് തോന്നി മയിലിനെ ഒരെ മേടിക്കാമെന്ന്, അത് മേടിച്ചു. പിന്നെ ഇത് കൂണാട്ടോ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്, ചിരി വന്നിട്ട്. അപ്പൊ കൂണിനൊന്നും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ല. പിന്നെ കഴുകാൻ കൊള്ളാം, പക്ഷെ കഴുകനെ എവിടെ വെക്കും എന്നുള്ളതൊരു പ്രശ്നമാണ്, മഴയല്ലേ. അപ്പൊ ഓർത്ത് മഴക്കാലമൊക്കെ കഴിയിട്ട് എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും വെക്കാം. പിന്നെ കഴുകനെ കുറച്ച് ഭീകരതയെന്ന് തോന്നുന്നുണ്ട്, അപ്പൊ അത് വേണ്ടാന്ന് ഞാൻ മനസ്സിൽ കരുതി. എനിവേ മയിലെടുക്കാം, പിന്നെ അരയന്നങ്ങളെ എടുക്കാം എന്നൊക്കെ ഓർത്ത്, പ്രാവിനെയൊക്കെ എടുക്കാന്നോർത്ത്. അങ്ങനെ അപ്പം നമ്മള് അതൊക്കെ മേടിച്ചിട്ട് ഇനി നേരെ പോകും. ഇത് കൽപ്പറ്റ ഈ ഒരു പിന്നെ എന്താ പറയാ സിവിൽ സ്റ്റേഷന്റെ അടുത്തോട്ട് വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇവിടെ ഭയങ്കര റേറ്റ് ഇല്ല. ചില സമയത്ത് ഇവിടെ പയ്യന്മാര് മാറി നിൽക്കുന്നതിന് ഭയങ്കര റേറ്റ് പറയും. അപ്പൊ ഞാൻ പലവട്ടവും വന്നിട്ട് ഭയങ്കര റേറ്റ് പറയുമ്പോൾ ഞാൻ ഇട്ടിട്ട് പോകട്ടെ, 2500 എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ. ഇന്നത്തെ പയ്യ കുഴപ്പമില്ല, അപ്പൊ ഇന്നത്തെ പയ്യ വലിയ കുഴപ്പമില്ലാത്ത റേറ്റും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ 3-5 സാധനങ്ങൾ മേടിച്ചു. അങ്ങനെ ഇനി ഇതൊക്കെ ആയിട്ട് നമുക്ക് കാറിലേക്ക് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോകാം. മഴയില്ലാത്തതുകൊണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റി. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ മഴ ആയതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല, അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ല എന്ന്. അങ്ങനെ ഇവർ ഈ പ്രാവശ്യം ഈ സാധനങ്ങളാണെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേറെ ആയിരിക്കും കേട്ടോ, ഒത്തിരി നല്ല സാധനങ്ങൾ. മിക്കപ്പോഴും ഞാൻ ഇതിൽ പോകുമ്പോൾ പിന്നെ ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ പിന്നെ എനിക്ക് അവിടെ നിർത്തി മേടിക്കാൻ പറ്റത്തില്ല, അങ്ങനെയാണ്. ഇതാ ഞാൻ പറഞ്ഞ ഭയങ്കര ഫോറസ്റ്റ് ആണ് നമ്മുടെ വീട് വരെ. പിന്നെ പക്ഷെ ഇവിടെ ആനിമൽസ് അങ്ങനത്തെ പേടിക്കാനൊന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനെയാണ്. ഭയങ്കര ഇതിന്റെ എക്സ്റ്റെൻഡഡ് ആയിട്ട് വലിയ വനമാണ്, അങ്ങനെയാണ്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഫിഷ് മേടിക്കുന്നത് ഇവിടെ നിന്നാണ്. 3 ഷോപ്പുണ്ട് ഇവിടെ. അതിലൊരു ഷോപ്പിൽ നിന്ന് ഞാൻ സ്ഥിരമായിട്ട് മേടിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിർത്തി വാള, ഈ ഇടയ്ക്ക് കുറേ കാലമായിട്ട് ഞാനിപ്പോ വാളമീനിന്റെ അഡിക്റ്റ് ആണ്. അതാകുമ്പോൾ കുറച്ച് നല്ല നെയ്മീൻ എന്ന് പറയുന്ന വാള എന്ന് പറയും നമ്മുടെ അടുത്ത്. അത് കറി വെച്ചാൽ ഒരു പ്രത്യേക രുചിയുണ്ട് അതിന്. അപ്പൊ അല്ലെങ്കിൽ മീനൊന്നും ഒരു ഭയങ്കര രുചി ഫീൽ ചെയ്യുന്നില്ല, അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇപ്പൊ വാള മേടിക്കും കേട്ടോ. അപ്പൊ അത് മേടിച്ചു 3 കിലോ. പിന്നെ ആ കൂടെ തന്നെ നമ്മുടെ ഡോഗ്സിന് വേണ്ടിയിട്ട് തെരണ്ടിയുടെ തല അവിടെ ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കാൻ വേണ്ടി തന്നെ. അപ്പൊ അത് വലിയ റേറ്റ് തോന്നിയില്ല, അപ്പൊ അത് ഞാൻ മേടിച്ചു നമ്മുടെ ഐറയ്ക്കും ഡിയോണയ്ക്കും വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ. അപ്പൊ അവിടെ നിന്ന് ഒരു വലിയപ്പച്ചൻ കുറെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഉപ്പിട്ടിട്ട് വേണം ഡോഗ്സിന് മഞ്ഞൾ ഇട്ടിട്ട് വേണം വേവിച്ചു കൊടുക്കാൻ കേട്ടോ എന്നൊക്കെ എനിക്ക് അഡ്വൈസ് ഒക്കെ തന്നു. ഞാൻ ഒരുപാട് മഞ്ഞൾ ഇടാറില്ല, ഉപ്പും
വളരെ വളരെ കുറവ് വല്ലപ്പോഴും ഇടാറുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഡിയോണയ്ക്കാണെങ്കിൽ അയരക്കാണെങ്കിൽ അതാണ്. ഇതിന് ഇനി ഭയങ്കര പേടിയാട്ടോ ചെമ്മീനെ പണ്ട് മുതലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ കൊടുത്ത് ശീലിപ്പിക്കാത്തതുകൊണ്ട് അശ്വിനും അതിനോട് കുറച്ച് വിമുഖതയുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്കെന്നെ കാണുമ്പോൾ തന്നെ പേടി. അതുകൊണ്ട് ഒരിക്കലും ഞാൻ മേടിക്കാത്ത സാധനമാണത്. എനിക്ക് എൻ്റെ ടേസ്റ്റും അത്ര ഇഷ്ടമല്ല. അങ്ങനെയാണ്. പിന്നെ വേറെ കുറെ മത്തി അങ്ങനത്തെ കുറെ നല്ല മീനുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ വാള മാത്രമേ മേടിച്ചോളൂ. ഓൾറെഡി ഫ്രീസറിൽ അധികം സ്ഥലമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് മാത്രം മേടിച്ചു. ഇനി നമുക്ക് ഇവിടുന്ന് പോകാം. ഞാനിവിടെ സ്ഥിരം വരുന്നതുകൊണ്ട് അവർ എനിക്ക് കുറച്ച് വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. അങ്ങനെയാണ്. ഇനി ഇതാ നമ്മുടെ വീട്ടിലേക്ക് എത്തി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ തൊട്ടടുത്താണ് ഈ കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലം. 10 മിനിറ്റ് കൊണ്ട് അവിടെ പോകാൻ മേടിക്കാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വലിയ ഷോപ്പിങ്ങിനൊക്കെ കൽപ്പറ്റയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെയാണ്. പിന്നെ നമുക്ക് നേരെ വീട്ടിലേക്ക് വരിക. ഇന്നിപ്പം ഭാഗ്യത്തിനേക്ക് മൈഗ്രെയിൻ തലവേദന ഇന്ന് തുടങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ യാത്രയൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മൈഗ്രെയിൻ. ഇപ്പൊ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും കുഴപ്പമില്ല. അപ്പൊ നമ്മൾക്ക് ഇന്ന് വാളമീൻ കറി വെച്ച് വെക്കണം. പക്ഷെ എനിക്ക് ഇന്ന് ഡിന്നറിനുള്ള കറികളും ചോറൊക്കെ ഉണ്ട്, വേറെ ഉണ്ട്. പക്ഷെ കറി വെച്ച് വെക്കുവാണെങ്കിൽ എനിക്ക് നാളെ കഴിഞ്ഞൊക്കെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യോ കാര്യങ്ങളൊക്കെ ചെയ്യോ ബാക്കി നമ്മുടെ പ്രൊഡക്റ്റിന്റെ പുറകെ പോവോ ഒക്കെ ചെയ്യാലോ. അങ്ങനെ പിന്നെ എല്ലാ ദിവസവും കൊറിയർ ഉണ്ടാവും. ഇന്ന് ഞാൻ കൊറിയർ വിട്ടിട്ടില്ല. അപ്പം നേരെ പിന്നെ നമുക്കിനി വീട്ടിലേക്ക് എത്തിയിട്ട് വാളമീൻ വെക്കണം എന്നൊക്കെയുള്ള. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ് കേട്ടോ. നമ്മുടെ ഐറയും ഡിയോണയും നമ്മുടെ പക്ഷിക്കുഞ്ഞും അതുപോലെ നമ്മുടെ മിലോ കുഞ്ഞാണ് നമ്മുടെ ക്രേസ് ഇപ്പോൾ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മിലോ നമ്മുടെ ഈ വീടിനെ മാറ്റിമറിച്ചു എന്ന് പറയാം. എന്താ പറയാ, അത്രയ്ക്ക് ഒരു മനുഷ്യക്കുഞ്ഞ് ജീവിക്കും പോലെ. അതായത് ഈ വീടിന്റെ എല്ലാം ഇപ്പൊ മിലോയാണ്. മിലോയെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ലൈഫ് ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് നേരം വെളുക്കുമ്പോ മുതൽ മിലോയാണ് നമ്മുടെ ശ്രദ്ധാകേന്ദ്രം. രാവും പകലും മിലോയെ ഡിപ്പെൻഡ് ചെയ്യാം. മിലോ എണീക്കുമ്പോൾ നമ്മളും അപ്പുറകെ എണീക്കും. മിലോയ്ക്ക് ഹണ്ടിങ് മൂടാണെങ്കിൽ 2 മണിക്ക് 3 മണിക്കൊക്കെ ഭയങ്കര ഹണ്ടിങ് ആയിരിക്കും. രാത്രി കിടന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ബഹളം കേട്ട് നമ്മളും എണീക്കും. പിന്നെ അതിന്റെ കൂടെ കുറച്ചു നേരം ഹണ്ടിങ് ഒക്കെ കണ്ട് നമ്മൾ ഇരിക്കും. അങ്ങനെ മിലോ എന്ത് ചിന്തിക്കുന്നു അതെ മുന്നോട്ട് പോകുന്നത്. അത്രയ്ക്ക് രസമാണ് മിലോയുടെ കൂടെയുള്ള ലൈഫ്. അങ്ങനെയാണ്. ഭാഗ്യത്തിന് ഇവിടെ മഴയില്ല കേട്ടോ. നമുക്ക് ഇവിടെ വന്ന് ഗേറ്റ് ഒക്കെ തുറന്ന് ഇതെല്ലാം എടുത്ത് വെക്കുന്നവരെ മഴ പെയ്യില്ലേന്ന് എന്റെ പ്രാർത്ഥന കേട്ടോ. അത് കഴിഞ്ഞിട്ടെല്ലാം എടുത്ത് വെച്ച് നമ്മൾ എപ്പോഴാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ പറയട്ടെ കൂട്ടുകാരെ, എവിടെയൊക്കെ പോയാലും അതായത് 22 വർഷം ഞാൻ പുറമെ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മടുത്തിട്ടുണ്ട്. മനസ്സ് മരവിച്ച് അങ്ങനെ ഹോസ്റ്റൽ മുറി, ഒത്തിരി പേരുടെ ഭരണം, അടിമത്വം, ഇങ്ങനെയൊക്കെയാണ് 22 വർഷങ്ങൾ എൻ്റെ കഴിഞ്ഞു പോയത്. പഠിത്തം, ജോലി, അങ്ങനെ ഒരു ജയിൽവാസം കഴിഞ്ഞ് 22 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് വന്ന് ജീവിക്കാൻ തുടങ്ങിയത് കൊണ്ട് എനിക്ക് ഓരോ സെക്കൻഡ് ഞാൻ ഇവിടെ എൻജോയ് ചെയ്ത് ജീവിക്കുന്നത്. വീടെന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ക്രൈസാണ്, അത്രയ്ക്ക് സമാധാനമാണ്, സന്തോഷമാണ്. എവിടെയൊക്കെ പകല് പോകാം. പക്ഷെ എനിക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെന്റെ വീട്ടിലേക്ക് വന്നാൽ മതി. ഇവിടെ കിട്ടുന്ന ഒരു ശാന്തതയും സമാധാനവും ഒരു സന്തോഷം എനിക്ക് എപ്പോഴത്തേയും കിട്ടാറില്ല. എനിക്ക് തോന്നുന്നു ഞാനത് ഇത്രയും വർഷം 22 വർഷം നരകം എന്ന് തന്നെ പറയാം. നരക ജീവിതം ആയതുകൊണ്ടായിരിക്കാം. പിന്നെ എനിക്ക് തിരിച്ചിവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സന്തോഷവും സമാധാനം ഉണ്ടല്ലോ. അങ്ങനെയാണ്. അശ്വിനാണെങ്കിൽ അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനില്ലാതെയല്ലേ അവൻ ഇത്രയും വർഷങ്ങൾ അങ്ങനെ ജീവിച്ചത്, ഒത്തിരി വർഷങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം അവനും ഭയങ്കര കംഫർട്ടാണ്. ഈ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ വേറൊരാളാണ് അവനും. അല്ലാതെ പിന്നെ പുറമേ കാണുന്ന നമ്മൾ ഇടയിൽ കാണുന്ന വ്യക്തിയല്ല. അങ്ങനെയാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് പോകാം. ഐറമോളേ, ഇങ്ങോട്ട് വരാ ഒച്ചേൽപ്പിക്കാൻ അടിച്ചൊരച്ചേൽപ്പിക്കാൻ കിടന്ന മറ്റൊരു സാധനം അവിടെ കരഞ്ഞോണ്ടിരിക്കും. പോത്തൂര് കിടന്നിറങ്ങിയിട്ട് വരുമ്പോ ഞാൻ ഇത്ര നേരം നോക്കിയിരിക്കും. ഡിയോടെ ഒന്ന് കുരയ്ക്കുന്നില്ല. കുരങ്ങിനെ പിടിച്ചാർന്നോ? കൊങ്ങിരിപ്പിച്ചാർന്നു രണ്ടുപേരും കൂടി. കൊങ്ങിരിപ്പിച്ചോ? എന്റെ സങ്കടം. ഡിയോണ കുട്ടി, ഡിയോണ എന്നെ പറ്റിയ എന്താ
എന്താ എന്താ എനിക്ക് എന്ത് സങ്കടം? സങ്കടം എന്താ? സങ്കടം എന്താ? എന്നാ സങ്കടം? മുട്ട വിളിക്കൊണ്ടുവരാട്ടോ. അയ്യരമോളെ മുട്ട വിളിക്കൊണ്ടുവരാം. ആ സാധനം മേടിക്കണ്ടേ പിന്നെ പോയി ഇവിടെ ഇരുന്നാ മതിയോ നിന്നെ നോക്കി? മുട്ട വിഴുങ്ങി വരാട്ടാ. ഇനി വേറെ ഒരാളുണ്ട് അവിടെ കരഞ്ഞോണ്ട്. ഇല്ലേ പട്ടീനെ പഠിച്ചിട്ടായിരിക്കും. നമ്മളിവിടുന്ന് എവിടെയും പോണ ഇഷ്ടമില്ല കേട്ടോ. മിലോക്കുട്ടനാണെങ്കിൽ നമ്മൾ വരുമ്പോ ഇങ്ങനെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവര് പൂച്ചക്കുഞ്ഞിന് ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇതുപോലെ ഭയങ്കര വിഷമം കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വന്ന വരെ ആ ഡോറിന്റെ അടുത്ത് കെട്ടി തൂങ്ങി കിടക്കും കേട്ടോ. എന്നിട്ട് ആ ജല്ലേക്കട നോക്കിക്കൊണ്ടിരിക്കും. ഇന്ന് ഞാൻ കറക്റ്റ് മാറ്റിയിടാൻ മറന്നുപോയി. അതിന്റെ വിഷമവും കൂടിയുണ്ട്. എപ്പോഴും ഡിപ്രസ്ഡ് ആയിട്ട് എവിടെ പോയതാന്നുള്ള മട്ടിലിരിക്കും കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ രണ്ടുപേരും മാറി മാറി എടുക്കണം. ഇച്ചിരി നേരം അച്ഛൻ്റെ അടുത്തിരിക്കും, അത് കഴിയുമ്പോൾ എൻ്റെ അടുത്തോട്ട് വരും. അങ്ങനെ നമ്മൾ അതിനൊന്ന് തലോടി കൊടുക്കണം, അതിനൊരു ഉമ്മ കൊടുക്കണം. ഭയങ്കര വിഷമാട്ടോ കുറച്ച് നേരത്തേന് അതിനിങ്ങനെ. മീൻസ് ആ ഒരു മിസ്സിങ് ഭയങ്കരമായിട്ട്. മിലോയേ ഒന്നുപോ ഉച്ചടോ കറക്റ്റ് കാരണം കാണാൻ പറ്റിയില്ലേ? ഒന്നു വരുന്നോ? മന്ദിച്ചിരിക്കണെന്ന് മന്ദിച്ചിരിക്കണെന്നാ കിളിയെല്ലാം പറഞ്ഞു കുളിന്റെ കൂടെ. പൂച്ചേനെ തൊടൂലെന്ന് പറഞ്ഞ ആള് പൂച്ചേനെ തൊട്ടൂലെന്ന് പറഞ്ഞ ആള് ആദ്യത്തെ പ്രാവശ്യം കൊണ്ടു കൊടുത്തു. എന്നാ അതിന് തീറ്റ എടുത്ത് കൊടുക്കണം. ആ അവിടെ ടേബിളിലുണ്ട്. നോക്കിയിരിക്കല്ലോ നോക്കിയിരിക്കല്ലോ കൊച്ചിന് തീറ്റ കൊടുക്കാം. മണം പിടിക്കുന്നേനാ ബബർ ഫിഷ്. ഇത് വെപ്രാളം കണ്ടടാ. വെപ്രാളം കണ്ടോ? പൊട്ടിക്കടാ പൊട്ടിക്കടാന്ന് പറയണേ. അച്ചോടാ അതിനെ കൊതിപ്പിക്കില്ലടാ. ആണോ അങ്ങനെ കൊതിപ്പിക്കില്ലടാ. അച്ചോടാ കൊതിപ്പിക്കില്ല. കൊടുക്ക് മൊത്തം അതിൽ ഇട്ട് കൊടുത്തു. ഇത്ര ടെംപ്റ്റിങ്ങാണടാ. പണ്ട് നമ്മൾ നൂഡിൽസ് കഴിക്കാൻ പോലെ ആയിരിക്കുമല്ലേടാ ഇതിന്? നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് അല്ല, നമുക്ക് പണ്ട് ഐസ്ക്രീം കിട്ടും പോലെ ആയിരിക്കും. എന്തൊരു കണ്ടില്ലേ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ മിലോ കേട്ടോ. നമുക്കും അതിന് മിസ്സിങ്, അതിന് നമ്മളെ മിസ്സിങ്, അങ്ങനെയാട്ടോ. നല്ല രസമാണ്. അപ്പൊ ഞാൻ അത്യാവശ്യ ജോലികളെല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെ നമ്മുടെ വാള ഫിഷ് നന്നായിട്ട് കഴുകി എടുത്തിട്ട് മഞ്ഞൾ, മുളക്, പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി അതിൻ്റെ കൂടി ഇടും കേട്ടോ. കാശ്മീരി ചില്ലിയാണ് ഇത്, അങ്ങനെ ഇടുക. പിന്നെ ഇതൊരു വയനാട് രീതിയിലാട്ടോ ഞാൻ വെക്കുന്നത്. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുമ്പോൾ അതിന് കൊഴുപ്പും ടേസ്റ്റും ഒക്കെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇനി ഉപ്പൊക്കെ ഇട്ട്, കറിവേപ്പില നമ്മുടെ പറമ്പിൽ തന്നെ ഇഷ്ടം പോലെയാണ്, മുളകൊക്കെ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി കറിവേപ്പില ഇഷ്ടം പോലെ ഇടാം കേട്ടോ. നമുക്ക് അത്രയും നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ പോയിസൺ ഒക്കെ കുറേ അത് റിമൂവ് ആക്കി കളയും. പിന്നെ മുടിയൊക്കെ നരയ്ക്കാതിരിക്കും. ശരീരത്തിൽ നല്ല വിഷാംശങ്ങളെ റിമൂവ് ആക്കാൻ കറിവേപ്പിലയ്ക്ക് ഒത്തിരി കഴിവുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇടാം. നമുക്ക് എല്ലാം പരട്ടി വെക്കുക. ഇങ്ങനെ ഉപ്പും കൂടി ചേർത്തിട്ട് പരട്ടി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കറി വെക്കുവാണെങ്കിലും വറക്കുവാണെങ്കിലും ഒക്കെ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് ഇരുന്നോളൂല്ലോ. അപ്പം അങ്ങനെ ഇനി എൻ്റെ ജോലികളെല്ലാം തീരുന്ന വരെ ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് രാത്രി ഞാൻ കറി വെച്ച് വെക്കും. അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ഞാൻ അതെടുക്കില്ല. ഉലുവ, കടുക് പൊട്ടിക്കാറില്ല കേട്ടോ. ഉലുവയാണ് ഞാൻ എണ്ണയിലിട്ടിട്ട് മൂപ്പിക്കുന്നത്. പിന്നെ ചെറിയുള്ളി അത് അത്യാവശ്യം നന്നായിട്ട് ഇടാം കേട്ടോ. ഇപ്പൊ പുറത്ത് വെക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ചെറിയുള്ളിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് അങ്ങനെ പുറത്ത് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. ഫ്രിഡ്ജിൽ തന്നെ കറി വെച്ച് വെക്കണം. പക്ഷെ ടേസ്റ്റ് നല്ലതായിരിക്കും. ഇങ്ങനെയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഇടാം കേട്ടോ. ആ കൂടെ ഇഞ്ചി വെളുത്തുള്ളി എപ്പോഴും ഞാൻ കൊത്തി അരിഞ്ഞ് ഫ്രീസറിലേക്ക് വെച്ചേക്കും. ഇപ്പോൾ എളുപ്പമാണല്ലോ.
അങ്ങനെ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഒരു കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. എന്നിട്ട് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ആ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഞാനിങ്ങനെ എല്ലാം മൂപ്പിച്ചെടുക്കും. എന്നിട്ട് അത് നമ്മുടെ മീൻ ചട്ടിക്കകത്തോട്ട് ഇടും. പിന്നെ പുളിയും കൂടി നമ്മളിടും. അങ്ങനെയാണ് ഞാൻ എൻ്റെ മീൻകറി എല്ലാം വെക്കുന്നത് ആ രീതിക്ക്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ടേ നമ്മൾ മീൻകറിയൊക്കെ വെക്കാവുള്ളൂ. അങ്ങനെയാകുമ്പോൾ ആ ടേസ്റ്റ് ഒന്നും ഒരു വെള്ളച്ചവയൊന്നും വരത്തില്ല. അങ്ങനെ പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒത്തിരി മുളക് പൊടി ഇടാത്തത്. അങ്ങനെയാണ്, ഭയങ്കര എരിവ് പറ്റത്തില്ല ആ രീതിയിൽ. അപ്പോൾ നമുക്ക് എന്നിട്ട് നന്നായിട്ട് മീനൊന്ന് കറി വെച്ച് വെക്കാം. വാളയാകുമ്പം ഇതിന് തന്നെ നെയ്മീന്നാണ് ഇതിന് പറയുന്നത്, നെയ്യും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഇരുന്നോളൂ. ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് വെക്കുക. പിന്നെ നാളെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ഒന്നോടെ നമ്മൾ തിളപ്പിച്ചെടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കറി കൂട്ടുകയും ചെയ്യാം ആ രീതിയിൽ. അപ്പൊ 2-3 ദിവസത്തേക്ക് നമുക്ക് ഈ കറി അങ്ങ് ഓടിക്കോളൂ. അങ്ങനെയാണ്. അപ്പൊ ഈ കറി തീരുന്നതിന് മുമ്പ് ഞാൻ അടുത്ത വേറെ ഒരു കറി വെച്ച് നോക്കും. അങ്ങനെയാണ്. ഇപ്പൊ ഓൾറെഡി മോര് കറി ഉണ്ട്. പിന്നെ ഉണക്കമീൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണക്കമീൻ ഉണ്ടാക്കാം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അതാണ് അത്യാവശ്യം വെന്ത് ഇരിപ്പുണ്ട്. ഇതിനി വൈകുന്നേരം അമ്മ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കും. ഇനി നാളെ നമ്മൾ എടുത്തിട്ട് ഒന്നോടെ നമ്മൾ തിളപ്പിച്ചെടുക്കും. രാത്രിയായപ്പോൾ ഞാൻ ഇതാണ് മോര് കറി ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഇടിച്ചൊക്കെ ഉണ്ടായിരുന്നു. അത് ഓരം വെച്ച് പപ്പടം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മതി ഇന്ന് നമുക്ക് രാത്രിത്തേന്. പിന്നെ ഉണക്കമീൻ ഫ്രിഡ്ജിൽ വെച്ച് ഉണക്കമീൻ നമ്മൾ വറുത്തെടുത്തായിരുന്നു. അങ്ങനെ അതൊക്കെ ആയിട്ട് നമുക്ക് ഇന്നങ്ങ് നോക്കാം. നാളെ മുതൽ നമ്മൾ ഈ ഒരു ഫിഷ് കറി എടുക്കത്തുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ വിശേഷം. ഒരു കുഞ്ഞു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതം വയനാട്ടിലെ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ. ലൈക്ക് വേണ്ടോ, ഷെയർ വേണ്ടോ, കമന്റ് വേണ്ടോ, പ്രൊഡക്റ്റ് വേണ്ടവർ നേരെ വാട്സപ്പിലേക്ക് വരൂ കേട്ടോ. അപ്പൊ ടാറ്റ.